കുരങ്ങനപ്പോ വർഷങ്ങളായിട്ട് മറ്റേ റോമൻ എംപയറിന്റെ ആ ഒരു ലോ ഉപയോഗിച്ചു. അതായത് ഗീവ് ദം ബ്രെഡ് ആൻഡ് സർക്കസ് ദേ വിൽ ഡോണ്ട് റിവോൾട്ട് എന്നുള്ള കൺസെപ്റ്റ്. അതായത് അവർക്ക് ബ്രെഡും കൊടുക്ക് സർക്കസും കൊടുക്ക്, അത് അവർ കണ്ടു നടന്നോളൂ എലികൾ, അവര് നമ്മൾക്കെതിരെ വരില്ല എന്നുള്ള കൺസെപ്റ്റ്. അത് പെർഫെക്റ്റ് ആണ്. സർക്കസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് മീഡിയ. ആദ്യം ടി വി ആയിരുന്നു, അതിൽ കുറെ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു വന്നു. ഇതിപ്പോ നമ്മുടെ കൈവെള്ളയിൽ വന്നു മൊബൈൽ ഫോൺ. ഓക്കെ, സോഷ്യൽ മീഡിയ എന്നുള്ള കൺസെപ്റ്റ്. മീഡിയ മാറി സോഷ്യൽ മീഡിയ ആയി. ടെലിവിഷൻ, അതായത് ടെൽ എ വിഷൻ, അതായത് അവരുടെ വിഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്കാൻ വേണ്ടി. എലികളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ആ സബ് കോൺഷ്യസ് മൈൻഡ് പക്ഷെ നശിപ്പിച്ചു. കാരണം പീനിയൽ ഗ്ലാൻഡിലാണ് ഈ സബ് കോൺഷ്യസും കോൺഷ്യസ് മൈൻഡെല്ലാം ഇരിക്കുന്നത്. മൃഗങ്ങൾക്ക് എല്ലാവർക്കും പോയി, അതോടൊപ്പം മനുഷ്യർക്കും പോയതുകൊണ്ട് എലികളായി മാറിയവര്. അപ്പൊ ആ സബ് കോൺഷ്യസ് മൈൻഡ് അവരെന്താണ്, വെള്ളം അല്ലെ, പൊല്യൂട്ടായിട്ടുള്ള വെള്ളം കുടിക്കുന്നു, പൊല്യൂട്ടായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, വിഷം, DNA വരെ മാറ്റം പറ്റുന്ന വിഷമാണ് എലികൾ കഴിക്കുന്നത്. കാരണം എലിവിഷത്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്ന് എലികൾ നോക്കാറില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള മനുഷ്യർ 90% മനുഷ്യരും എലികളായതുകൊണ്ട് അവരും നോക്കാറില്ല എന്താണ് അവർ കഴിക്കുന്നത്. അവരവരുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും അല്ലെ, വിഷമാണെങ്കിൽ കൂടി കൊടുക്കും. കാരണം അത് തന്നെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എലികൾ അങ്ങനെ പോയി, പിന്നീട് തന്നെ അങ്ങനെ നശിപ്പിച്ചു. അപ്പൊ വേറെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പണത്തിന് പുറകെ ഓടിച്ച് ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി. മരങ്ങൾ വെട്ടുന്നത് വേറൊന്നുമല്ല, ഈ എലികൾക്ക് പ്രാണവായു ഇല്ലാതാക്കി. ഓക്കെ, എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഡൽഹി ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ഓക്കെ, ഒരുപാട് കോടീശ്വരന്മാരവിടെ ഉണ്ട്. പണം ഇവര് പക്ഷെ ഇട്ടിട്ട് കൊടുത്തത്, കാരണം അവരല്ലേ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് കുരങ്ങന്മാര്. അപ്പൊ ആ ഒരു എലികൾക്ക് ആ പണം എല്ലാം ശേഖരിച്ചു. പക്ഷെ പിന്നെ നെഞ്ചുവേന, അവിടെ വേദന, ഇവിടെ വേദന, തലവേദന, ട്യൂമർ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ഇത് ആശുപത്രിയിലായിട്ട് ഓടിച്ചല്ലോ. അപ്പൊ ആശുപത്രിയിൽ ലിങ്ക് ചെയ്ത് ആ പൈസ. അപ്പൊ അതായത് ആ പണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു കറക്കത്തിന്റെ ഉള്ളിൽ എലികളായിപ്പോയി. അപ്പൊ പക്ഷെ ഈ എലികൾക്ക് ഇത് തിരിച്ചറിയാൻ പാടില്ല. കാരണം അവരാ ഒരു ഫോണിൽ അവരാ ഒരു വിഷമടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. കുറെ പേര് എന്താ ചെയ്യണേ എന്നാന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. പിന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കാര്യം അവർ ചെയ്തത്, ഇപ്പൊ നമ്മൾ കാണുന്നത് അല്ലെ, പ്രായഭേദമന്യേ പീഡിപ്പിക്കുന്നു. അപ്പൊ വേറൊന്നുമല്ല, അവര് നമുക്ക് പ്രോൺസൈഡ്സ് തന്നു. ഓക്കെ, എലികൾക്ക് അത് തന്നു. സബ് കോൺഷ്യസ് മൈൻഡ് അത് കയറ്റിയതൊന്നും കുഴപ്പമില്ലടാ. അപ്പൊ എലികളായി, മനസ്സിലായില്ലേ? അവർക്ക് അമ്മയില്ല, പെങ്ങളില്ല, കൂട്ടുകാരിയില്ല. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കൺവേർട്ട് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ്ലി ഇപ്പൊ ഒരു എലികളുടെ ഒരു ലോകമായി നിന്നിട്ട്. അപ്പൊ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ അവർ മാറ്റിക്കില്ല. ഓക്കെ, എലികളെ കൊണ്ട് നിയമം മാറ്റില്ല. നിയമം മാറ്റിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയം വരും. ഭയം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ നടക്കും. അപ്പൊ എന്ത് ചെയ്തു? 5 സ്റ്റാർ ജയിലാക്കി കഴിഞ്ഞു. 5 സ്റ്റാർ ജയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടനും ചിക്കനും എല്ലാം കൊടുക്കും. പക്ഷേ നമ്മുടെ കുട്ടികള്, ഭാവിയിലേക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് പുഴുക്കലരിയും അതോടൊപ്പം തന്നെ കെമിക്കൽ അടങ്ങിയ പച്ചക്കറി അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം. പക്ഷേ ആ കൊലപാതകവും പീഡനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കഴിക്കുന്നത് മട്ടൻ, ചിക്കൻ, ബീഫ് എല്ലാം. അപ്പോ കൊലപാതകം ചെയ്യും ആൾക്കാർ. അതായത് പോയാൽ മട്ടൻ കഴിക്കാം. ഇവിടെ നിന്നാൽ മട്ടൻ 800 രൂപയാണ്, അത് കഴിക്കാൻ പാടില്ല. അപ്പൊ ആരെങ്കിലും പീഡിപ്പിച്ച് പോയി കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് കഴിക്കാം. അപ്പൊ ആ ഒരു സിസ്റ്റവും കൂടി ആ ഒരു കുരങ്ങന്മാർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതെല്ലാം ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. കാരണം നിങ്ങളെല്ലാം എലിയായി മാറി കഴിഞ്ഞു. എലി അല്ലാത്തവര് എന്റെ ഒപ്പം വരുന്നതാണ് ഉടനെ തന്നെ.